എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള സെറ്റ് 2 ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും കേട്ടോ. ഈ അനുബന്ധ വിവരങ്ങൾ തരുന്നത് മുൻകാല ചോദ്യങ്ങളും അതേപോലെ പുതിയ SCRTയിലെ ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഏരിയയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക കേട്ടോ. പരമാവധി പ്രയോജനപ്പെടുത്തണം. നല്ലൊരു റാങ്ക്, ഞാൻ 100% പറയുന്നു, നല്ലൊരു റാങ്ക് ലാസ്റ്റ് ഗ്രേഡിൽ നേടിയിരിക്കും. പക്ഷെ ക്ലാസ് തുടർച്ചയോണം കണ്ടുപോകണം കേട്ടോ, എങ്കിൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതേപോലെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ പ്രീവിയസ്, എന്നെ കൊണ്ട് ആകുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇംഗ്ലീഷ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്ത് തരുന്നുണ്ട്, പ്രയോജനപ്പെടുത്തുക. ഓക്കെ, അതേപോലെ SCRTയുടെ ലെസൺസ് വെച്ചിട്ട് ക്ലാസ് തരുന്നുണ്ട്, മൂന്നും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ആ ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്ത് തരണം കേട്ടോ. അതാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടത്. അതേപോലെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ താഴെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം. നമുക്കെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ അത് ചെയ്യാം കേട്ടോ. ഇനി അതിന്റെ തുടർച്ചയാണ്, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ ഒരു 80 ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, LGS നിലവാരത്തിൽ നടന്നിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വിശകലനം ചെയ്തത്. അപ്പൊ 80 ക്വസ്റ്റ്യൻ എടുത്തു കഴിയുമ്പോൾ നമ്മൾ 80 ടോപ്പിക് എന്ത് ചെയ്യും, വ്യക്തമായിട്ട് പഠിച്ചു കഴിക്കും കേട്ടോ. സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമുക്ക് നോക്കാം. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം, ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി, ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. അപ്പൊ ഇത് 4 വരുന്ന ഒരു സ്വതന്ത്ര സമര പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, INC ആണ്. 1885 INCക്ക് രൂപം കൊള്ളുന്നത്. ആ ഒരു വർഷം അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നതിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് 4 പ്രസ്ഥാനങ്ങൾ പഠിച്ചു വെക്കുക. 1885 രൂപീകൃതമായത്. ബോംബെയിലാണ് ആദ്യത്തെ സമ്മേളനം നടന്നത്. അതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തത്. ഇതൊക്കെ നമുക്കറിയാം 1916 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചു ചേരുകയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ മിതവാദികൾ തീവ്രവാദികൾ എന്ന 2 ചിന്താധാരകൾ ഉടലെടുത്തത് എപ്പോഴാണ്? ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് കേട്ടോ. പിന്നീട് ഇത് രണ്ടും കൂടി ഒത്തുചേർന്നു ഇപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിലെ. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചിട്ട് നമ്മുടെ പുതിയ SCRTയിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക് നോക്കാം. നോക്കൂ, അതായത് നമ്മുടെ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് പല ഭാഗങ്ങളിലായിട്ട് ഒരു പ്രാദേശിക സംഘടനകളൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് ചെറിയ സംഘടനകളൊക്കെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവയ്ക്കൊന്നും എന്തുണ്ടായിരുന്നില്ല, ഓൾ ഇന്ത്യ ലെവല് ഒരു സ്വഭാവം അല്ലെ. നമ്മളിപ്പോ ഒരു സംഘടന പറയുമ്പോൾ മൊത്തം ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരിക്കണം അല്ലെ, എങ്കിലേ മൊത്തം നമ്മൾ ഇന്ത്യയെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അന്നത്തെ കാലത്ത് എന്താ ഉണ്ടായിരുന്നത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഓരോ ഭാഗങ്ങളിലും ചെറിയ പ്രാദേശിക സംഘടനകൾ ഉണ്ടായിരുന്നത്. അവയ്ക്ക് എന്തുണ്ടായിരുന്നില്ല, അഖിലേന്ത്യാ ഓൾ ഇന്ത്യ സ്വഭാവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ ഒരു ചർച്ച നടന്നു. എന്താണ്, ഇങ്ങനെ പോരാ, ഇവിടെ പ്രവർത്തനം എന്താണ്, ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയില്ലേ. അതുകൊണ്ട് ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായി ബോധവൽക്കരിക്കാനായിട്ട് സാധിച്ചില്ല, ഈ പ്രാദേശിക സംഘടനകൾക്ക്. അങ്ങനെയാണ് ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ടത് ആവശ്യകതയാണെന്ന് നേതാക്കൾക്കിടയിൽ ശക്തിപ്പെട്ടത്. അങ്ങനെ അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുകയാണ്. 1785 ഡിസംബർ മാസം 28 പകൽ 12 മണിക്ക് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിൽ യോഗം നടക്കുകയാണ്. 1885 ലാസ്റ്റത്തെ മാസം അല്ലേ, ഡിസംബർ 28, ആ വർഷം കഴിയാനായില്ലേ. 85 ഡിസംബർ 28 പകൽ 12 മണിക്ക് ബോംബെയിലെ ഏതിലാണ്, ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജില്
വിശാലമായിട്ടുള്ള ഒരു മുറിയിൽ യോഗം നടക്കുകയാണ്. ആ യോഗത്തിൽ എത്ര പേരാണ്? 72 പേര്. ഇതെല്ലാം പ്രീവിയസ് ആണ്. ഇത് PQ ആണ്, ഇത് PQ ആണ്. 72 പേർ അവിടെ ഒത്തുകൂടി. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഈ 72 പേരും. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു ആ 72 പേരും. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായിട്ടുള്ള അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. അതായത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എന്ത് പറയും? AO ഹ്യൂം എന്ന് പറയും അല്ലേ? AO ഹ്യൂം എന്ന് പറയും. ഓക്കെ, അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. സംഘാടകരിൽ 72 പേരിൽ ഒരാൾ ആരായിരുന്നു? ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. നമ്മളിപ്പോ പറഞ്ഞത് അത് തന്നെയല്ലേ? അപ്പൊ ആ യോഗത്തില് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. അതിൽ അംഗമായ ഒരു ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു? അലൻ ഒക്ടേവിയൻ ഹ്യൂം. നാളത്തെ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ സംഘടനയ്ക്ക് തുടക്കം കുറിച്ച ചരിത്ര പ്രധാനമായ സമ്മേളനത്തെ കുറിച്ചിട്ടാണ് ഏതിൽ പറയുന്നത്? ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് 72 പ്രതിനിധികൾ 72 ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അപ്പൊ ഈ 72 പേരുടെയും കൂടിയിട്ടുള്ള ഒരു പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോളണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്ന് നോക്കിക്കോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം വളർത്തുക. 2, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക. 3, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക. പൊതുവായിട്ടുള്ള ആവശ്യം രൂപം കൊള്ളണം, അത് എവിടെ അവതരിപ്പിക്കുകയും വേണം? ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യണം. രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക. 5, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഈ ഒരു ഓപ്ഷൻ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ഇതെന്തിനാ എന്ന് ചോദിക്കും. ഉണ്ട്, നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ ഒഴിവാക്കാൻ പാടില്ല. ഓൾ ഇന്ത്യ സർവീസ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസ് മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും എന്ത് ചെയ്യണം? കേന്ദ്രങ്ങൾ അനുവദിക്കുക. മനസ്സിലായോ? അപ്പൊ ഈ 5 കാര്യങ്ങള് നന്നായിട്ട് നോട്ട് ചെയ്തു വെച്ചോ. അടുത്ത എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ലെവൽ വരും. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പാക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്തെ പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതാണ് AO ഹ്യൂം, നമ്മുടെ WC ബാനർജിയും. ഇനി നോക്കൂ, എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അപ്പൊ എല്ലാ വർഷവും ഏതു മാസത്തിലാണ് വാർഷിക സമ്മേളനം നടത്തിയത്? അതായത് വർഷം കൂടുന്തോറും ഓരോ വർഷവും ഓരോ അധ്യക്ഷന്മാര് വരും. ഓരോ വർഷവും ഡിസംബർ മാസത്തിൽ സമ്മേളനങ്ങൾ കൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ ദിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, P. ആനന്ദ ചാർലു, RC ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. ഇവരൊക്കെ അന്നത്തെ INCയുടെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. നോക്കിക്കേ, സർ C. ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളിയാണ്. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ എന്ന C. ശങ്കരൻ നായർ. 1897 അമരാവതി സമ്മേളനത്തിൽ ആണ് കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു ബോക്സ് ഇതൊന്ന് നോക്കിക്കോ. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയം ഉണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാളിനെ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിൽ ഒന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ
നമ്മുടെ ഭരണത്തിന്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. H.H. റിസ്ലിയുടെ വാക്കുകളാണ് കേട്ടോ. അതായത് ബംഗാൾ വിഭജനം 1905 ബംഗാളിനെ വിഭജിക്കുന്നുണ്ടല്ലോ, ആ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ലിയുടെ വാക്കാണ്. ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം എന്ന് പറയുന്നത്? നവംബർ മാസം 26 എന്തിനാണ് ഭരണഘടനാ ദിനം നവംബർ 26 തിരഞ്ഞെടുക്കാൻ കാരണം? ന്യൂ SCERT കൊടുത്തിരിക്കുന്നത് നോക്കൂ. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. നമുക്കറിയാം, ആമുഖത്തിൽ കാണപ്പെടുന്ന ഒരേ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിൽ കാണപ്പെടുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് ഏത്? 1949 നവംബർ മാസം 26 എന്നത്. ഈ 1949 നവംബർ 26 പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ത് ചെയ്യാണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുക, നിലവിൽ വരുന്നതല്ല കേട്ടോ, അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിച്ചു വരുന്നത്. ഇനി ജനുവരി 26 എന്താണ്? ജനുവരി 26 നമുക്കറിയാം ഹാപ്പി റിപ്പബ്ലിക് ഡേ അല്ലേ? റിപ്പബ്ലിക് ഡേ ആണ് ജനുവരി 26 എന്ന് പറയുന്നത്. എങ്കിൽ ഒക്ടോബർ 16 ഓഗസ്റ്റ് 15 എന്താണ്? ഒക്ടോബർ 16 എന്താണ്? വേൾഡ് ഫുഡ് ലോക ഭക്ഷ്യദിനമാണ് കേട്ടോ. ലോക ഭക്ഷ്യദിനം ആണ് ഒക്ടോബർ 16. ഇനി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ഓഗസ്റ്റ് 15 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ്. ഇനി ഏതു ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏതു ഭരണഘടനാ ഭേദഗതിയെ ആണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? 42ാം ഭേദഗതി ഇല്ലേ? 42ാം ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1976 1976 42ാം ഭേദഗതിയിലാണ് എന്ത് പറയുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആമുഖം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രിയാമ്പിൾ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. ആ ഒരു തവണ ഭേദഗതി ചെയ്തത് ഏത് ഭേദഗതിയാണ്? 1976 42ാം ഭേദഗതി പ്രകാരമാണ് കേട്ടോ. 42ാം ഭേദഗതി പ്രകാരമാണ് ആമുഖം ഒരു തവണ ഭേദഗതി ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഭേദഗതി എന്ന് പറയുന്നത്? അതും ന്യൂ SCERT പോയിന്റുകളാണ്, ശ്രദ്ധിക്കണം കേട്ടോ. ന്യൂ SCERT ആണ് ഇത് മുഴുവൻ എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലുകളോ വരുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങൾ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഭരണഘടനയിൽ ഒന്ന് തിരുത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ട അത് പറഞ്ഞ് ഒഴിവാക്കണം, അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കൽ ഒക്കെ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഒന്നില്ലെങ്കിൽ സാമൂഹ്യ രീതിയിലായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം എന്ത് ചെയ്യുന്നത്? ഭേദഗതി ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നത് കേട്ടോ. അങ്ങനെ കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ പാർലമെന്റ് അല്ലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് എന്താണ്? ഭരണഘടന ഭേദഗതി ചെയ്യാൻ, ഭേദഗതി എന്ന് പറയുമ്പോൾ എന്താണ്? അമെൻമെന്റ് അല്ലെ? ആ അമെൻമെന്റ് ചെയ്യാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്. ഏതാണ്? അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഓരോരോ പോയിന്റ് പഠിച്ചു വെച്ചോ. ഇതൊരു പോയിന്റ് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പഠിക്കുക. പാർലമെന്റിൽ മാത്രമാണ് ഭേദഗതി ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത്. ഒന്ന് പഠിച്ചു വെക്കുക. 2 ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതി അധികാരം ലഭിക്കുന്നത്. പാർലമെന്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലഭിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 368 ഇനി അടുത്തത് പഠിക്കുക. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭേദഗതി ബില്ലിന്, അതായത് ഒരു ബില്ല് അവതരിപ്പിക്കണം അല്ലെ? ഭേദഗതി ചെയ്യാൻ എന്ത് ചെയ്യണം? ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കണം. ആ ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ ആരുടെ മുൻകൂർ അനുമതിയൊന്നും വേണ്ട? രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഇനി ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരു സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. 4ാമത്തെ പോയിന്റ് പഠിച്ചോ.
ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു നിയമമാകണമെങ്കിൽ ഇരുസഭകളുടെയും, ഏതാണ് ഇരുസഭകള്? ലോകസഭയും രാജ്യസഭയും, ലോകസഭയുടെയും രാജ്യസഭയുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇനി ലോകസഭ മാത്രം അംഗീകരിച്ചാൽ പോരാ, രാജ്യസഭയും അംഗീകരിക്കണം. രാജ്യസഭ മാത്രം അംഗീകരിച്ചാൽ പോരെയോ? പോരാ, ലോകസഭയും അംഗീകരിക്കണം. ഇരുസഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായിട്ട് സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമമില്ല. ഇനിയിപ്പോ ലോകസഭ പാസാക്കി, രാജ്യസഭ പാസാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ രാജ്യസഭ പാസാക്കി ലോകസഭ പാസാക്കിയില്ല, ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഈ രണ്ട് സഭകളെയും കൂടി ചേർത്ത് വിളിച്ചു ചേർത്തിട്ട് ഈ ബില്ല് പാസാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം അവിടെ ഇല്ല. ഒരിക്കലും ഈ രണ്ട് സഭകളെയും കൂടിയിട്ട് ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഏതിന്? ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേല് സംയുക്ത സമ്മേളനം, സംയുക്തം പറയുമ്പോൾ രണ്ടുപേരെയും കൂടി ചേർത്തിട്ട് വിളിച്ചു ചേർക്കാനുള്ള നടപടിക്രമം ഇല്ല. പഠിച്ചു വെക്കണം കേട്ടോ. 5ാമത്തെ പോയിന്റ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഇനിയിപ്പോ ഒരു നിയമം, ഒരു ബില്ല് എന്ത് ചെയ്തു? ഭേദഗതിയൊക്കെ ചെയ്തു, അതൊക്കെ നിയമം വന്നു, നിലവിൽ വന്നു. എന്നിട്ട് അതിൽ നോക്കുമ്പോഴാണ് അതിൽ വാക്കുകളിൽ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് വന്നിട്ടില്ല, ഇതൊക്കെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ തന്നെ അസാധുവാക്കാൻ ആർക്കാണ് അധികാരം? ജുഡീഷ്യറിക്കാണ് അധികാരമുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ട് പഠിക്കാം. ഇനി ഈ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കേട്ടോ. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി എങ്ങനത്തേക്കാണ് ഭേദഗതി രീതികളുള്ളത്? ഒന്ന് അയവുള്ള ഭേദഗതിയുണ്ട്, ഒന്ന് രണ്ട് ദൃഢമായ ഭേദഗതിയുണ്ട്, അതിദൃഢമായ ഭേദഗതി. അപ്പൊ അങ്ങനെ 3 പഠിക്കുക. അയവുള്ള പറയുമ്പോൾ സിമ്പിൾ ആയിട്ടാണ് അല്ലെ, അതിന് എല്ലാ കാര്യത്തിനും ഒരു മയം ഉണ്ടാവും അല്ലെ. പക്ഷെ ദൃഢം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടഫ് ആയിരിക്കും അല്ലെ. പക്ഷെ അതിദൃഢം പറയുമ്പോഴോ അത് അതിനേക്കാൾ ഒരു ടഫ് ആയിട്ടായിരിക്കും ആ ഭേദഗതി നടക്കുക. അപ്പൊ അയവുള്ള ഭേദഗതി പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതെല്ലാം ഒരു സിമ്പിൾ ആയിരിക്കും അല്ലെ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് ഈ അയവുള്ള ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, കേവല ഭൂരിപക്ഷത്തിലൂടെ എങ്ങനെയാണ്? കേവല ഭൂരിപക്ഷം മതി. കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 3ൽ 1 മതി. ഓക്കെ, ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന്, അതായത് എങ്ങനെ മതി? ഒരു നിയമം നിർമ്മിക്കുമ്പോൾ അത് എങ്ങനെ മതി? ഒരു സാധാരണ നിയമം മതി. സാധാരണ നിയമനിർമ്മാണം വഴിയാണ് ഭേദഗതി ചെയ്യുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ് അയവുള്ള ഭേദഗതിയിൽ കേവല ഭൂരിപക്ഷത്തിലൂടെ പാസ്സാക്കുന്നത്? കേവല ഭൂരിപക്ഷത്തിലൂടെ ഭേദഗതി ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെ പേര്, അതേപോലെ അതിരുകള്, പൗരത്വം തുടങ്ങിയവ സംസ്ഥാനങ്ങളുടെ പേരോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അതിരുകളോ പൗരത്വം തുടങ്ങിയവ, ഇതൊക്കെ എന്താണ്? അയവുള്ള ഭേദഗതിയാണ്. അതായത് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിലൂടെ നടത്താവുന്നതാണ്. ഇനി ദൃഢമായ ഭേദഗതി പറയുമ്പോൾ അറിയാം, കുറച്ചും കൂടി ടഫ് ആയിരിക്കും അല്ലെ. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും പ്രത്യേക ഭൂരിപക്ഷം പറയുമ്പോൾ 3ൽ 2. ഓക്കെ, ഏതൊക്കെയാണ് ദൃഢമായ ഭേദഗതിയിൽ വരുന്നത്? മൗലികാവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും അല്ലെ. മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശക തത്വങ്ങളും ഭേദഗതി ചെയ്യാൻ ഇരുസഭകളുടെയും അംഗീകാരത്തോടു കൂടി പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടിയിട്ടായിരിക്കണം. ഇനി അതിദൃഢമായ ഭേദഗതി എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിരിക്കില്ല അല്ലെ. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം 3ൽ 2 ഭൂരിപക്ഷവും വേണം. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, അതിദൃഢമായ ഭേദഗതിയിൽ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം. നമുക്കറിയാം, ലിസ്റ്റുകളിൽ കേന്ദ്രത്തിന് അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റുകളിലെ ഭേദഗതി വരുത്താനും ജനപ്രാതിനിധ്യ നിയമം നമുക്കറിയാം 1950ലും 1951ലും 1951
ജനപ്രാതിനിധ്യ നിയമങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രാതിനിധ്യ നിയമങ്ങൾ വഴിയൊക്കെയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ ജനപ്രാതിനിധ്യ നിയമങ്ങളും ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതൊരു അതിദൃഢമായ ഭേദഗതി ആയിരിക്കും. അതിദൃഢമായ ഭേദഗതി പറയുമ്പോൾ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷവും വേണം. പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. നമുക്ക് ഇനി നമ്മുടെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തെ കുറിച്ചിട്ട് പുതിയ SSCRT നോക്കാം. നമുക്ക് സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് പത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടായത് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതി. അതുപോലെ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അതുപോലെ പ്രേംചന്ദ്, ഇവര് ഹിന്ദിയിലാണ് പത്രങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലും വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാളത്തിലും. കേൾക്കുന്നുണ്ടോ? നമുക്കറിയാം ദീനബന്ധു ബിത്ര, അതേപോലെ കണ്ട ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ. നമുക്ക് നോക്കാം, ഇതൊന്ന് പൂർണ്ണമായിട്ട് വായിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ടേബിളിലെ ഏത് ഭാഷയിലാണെന്ന് ചോദിക്കാറുണ്ട്. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയിലാണ്? തമിഴ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്രയും പ്രേംചന്ദ്, അപ്പൊ ഇതൊരു പുതിയ പേരാണല്ലേ. അപ്പൊ അതേപോലെ അവർ ഹിന്ദിയിലാണ്. അതുപോലെ അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലും, പിന്നെ നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോന് മലയാളത്തിലാണ്. ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായി നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. അതല്ലേ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് പുതിയ SSCRT നിറയെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. നിറയെ ക്വസ്റ്റ്യൻസ് പുതിയ SSCRT ആണ്. പഴയ SSCRT നിങ്ങൾ ഒപ്പം പഠിച്ചു വരട്ടെ, അതൊരിക്കലും ഒഴിവാക്കാൻ പാടില്ല. പുതിയ നമ്മളിപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ പുതിയ SSCRT പോയിന്റുകളൊക്കെ അങ്ങോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഇതേപോലെ സ്ക്രീനിൽ ആ ഭാഗത്ത് വരുന്നത് എടുത്തെടുത്ത് തരാം കേട്ടോ. അതേപോലെ നോക്ക്, ഇതൊന്ന് പഠിക്കണേ. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങൾ ബംഗാളി ഭാഷയിലെ സംവാദ കൗമുദിയും. ഈ ഭാഷകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ രചിച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ സംവാദ കൗമുദിയും. പേർഷ്യൻ ഭാഷയിലാണ് മിറാത്ത് ഉൾ അക്ബർ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ബംഗാളി ഭാഷയിലെ സംവാദ കൗമുദിയും പേർഷ്യൻ ഭാഷയില് മിറാത്ത് ഉൾ അക്ബറും. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, അമൃത ബസാർ പത്രിക ഏതു ഭാഷയിലാണ്? അമൃത ബസാർ പത്രിക അതിന്റെ ബംഗാളി ഭാഷയിലാണ് കേട്ടോ. അമൃത ബസാർ പത്രിക ബംഗാളി ഭാഷയിലും, ദ ഹിന്ദു ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ഭാഷയിലും, മാതൃഭൂമി അൽ അമീൻ മലയാള ഭാഷയിലുമാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഓരോരുത്തരുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായി കാണുകയും, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായി കാണുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഈ ദേശീയ സമരകാലത്തൊക്കെ നമ്മുടെ ദേശീയ നേതാക്കൾ ഒരുപാട് പത്രങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അല്ലെ. ആ പത്രങ്ങൾ കൊണ്ടുവരുന്നത് വഴി എന്താണ്? ബ്രിട്ടന്റെ എല്ലാ നെഗറ്റീവ് ഇമ്പാക്റ്റുകളും പുറത്തേക്ക് എടുക്കുകയാണ് പത്രങ്ങൾ വഴിയില്ലേ. അപ്പൊ അത് എല്ലാ ജനങ്ങളിലേക്ക് എത്തും. അപ്പൊ അവർക്കെതിരെ പോരാടാനായിട്ട് നമ്മുടെ ദേശീയത നിലനിർത്തി. അപ്പോ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി ഇത് ഞങ്ങൾക്കെതിരെ ആണ് ഈ പത്രപ്രവർത്തനം എന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമാണ് ലിറ്റൻ പ്രഭു, അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലിറ്റൻ പ്രഭു ചെയ്ത് നാട്ടുഭാഷ പത്ര നിയമ വെർണാക്കുലർ പ്രസ് ആക്ട് ഇത്തരം നിയമങ്ങൾക്കെതിരെ കൊണ്ടുവന്നത്. അതായത് പത്ര നിയമം അവിടെ എന്ത് ചെയ്തു? പത്രങ്ങളെ നിരോധിക്കുക എന്ന രീതിയിൽ ലിറ്റൻ പ്രഭു, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നാട്ടുഭാഷ പത്ര നിയമം വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ആരാണ്? ലിറ്റൻ പ്രഭുവാണ്. അപ്പൊ ഈ നിയമങ്ങൾക്കെതിരെ നമ്മുടെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിലകൊണ്ടു കേട്ടോ. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്താണ്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്താണ്? 1922 ചൗരി ചൗര സംഭവമാണ്. നിസ്സഹരണ സമരം നടന്നത് 1920. ബംഗാൾ വിഭജനം എപ്പോഴാണ്? 1905. റൗലറ്റ് ആക്ട് എപ്പോഴാണ്? 1919. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എപ്പോഴാണ്? 1919. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കേഴ്സൺ പ്രഭുവാണ്. എപ്പോഴാണ്
ബംഗാൾ വിഭജനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് 1911 അത് ഹാർഡിഞ്ച് പ്രഭുവാണ് കേട്ടോ. ഹാർഡിഞ്ച് പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കേഴ്സനാണ്, പക്ഷെ അതിന് വേണ്ട എന്ന് പറഞ്ഞ് നിരോധിച്ചത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ചൗരി ചൗര സംഭവം 1922, നിസ്സഹകരണ പ്രസ്ഥാനം 1920, റൗലറ്റ് ആക്ട് 1919, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919. അപ്പൊ ഈ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പുതിയ SSCRTയിൽ കിടക്കുന്നത് എന്താണെന്ന് നോക്കൂ. നിസ്സഹകരണ സമരത്തിലൂടെ ഒരു പോരാട്ടം ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ആരുടേതൊക്കെയാണ്? ഖിലാഫത്ത് വെരി ഇമ്പോർട്ടന്റ് ആണ് നിസ്സഹകരണ സമരത്തിലേക്ക് എത്താൻ. കാരണം ഖിലാഫത്ത് ആൻഡ് ഐഎൻസി ആണ്. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായി, അക്രമം വേണ്ട, നല്ല രീതിയിൽ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ആ നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ എന്തൊക്കെയാണ്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക അല്ലെ? ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? സർ പദവി, കൈസർ ഈ ഹിന്ദ് പദവിയിലെ നമുക്കറിയാം എന്താണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്നിട്ട് മഹാത്മാഗാന്ധി കൈസർ ഈ ഹിന്ദ് പദവി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരിച്ചു നൽകി. രവീന്ദ്രനാഥ ടാഗോർ സർ പദവി, അദ്ദേഹത്തിന് ഒരു സർ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു നൽകി അല്ലേ? അങ്ങനെ ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകിക്കൊണ്ടും സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെച്ചുകൊണ്ടും അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചുകൊണ്ടും വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് സ്വദേശി വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമാണ് നിസ്സഹകരണ സമരത്തിലൂടെ ഇന്ത്യൻ ദേശീയ ജനത അക്രമരഹിതമായിട്ടുള്ള ഒരു സമരം മുന്നോട്ട് വെച്ചത്, പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകിയും സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെച്ചും അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചും വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചും വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചിട്ടുമാണ് എന്ത് ചെയ്തത്? ദേശീയ ജനത നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചിട്ടും ട്ടോ, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിച്ചു. കാരണം അന്ന് നമ്മുടെ ദേശീയ ഗവൺമെന്റ് ആണ് അവിടെ, അല്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് അല്ലെ? ആ ബ്രിട്ടീഷ് ഗവൺമെന്റിലെ എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല അല്ലെ? നേതാക്കളൊക്കെ അവിടെ പങ്കെടുക്കാനായിരുന്നു. ആ സഭകളൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടുമാണ്. സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഗാന്ധി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. അപ്പൊ വിദേശ വിദ്യാലയം, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചാൽ അവർക്ക് കുട്ടികൾക്ക് പഠിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ദേശീയ വിദ്യാലയങ്ങൾ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, കുട്ടികൾ അവിടെ പഠിക്കട്ടെ. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പിന്നെ വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം? സ്വന്തമായി ഉണ്ടാക്കിയ വസ്ത്രങ്ങൾ ധരിക്കണം അല്ലെ? സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, അതിനുവേണ്ടി ഗാന്ധി പ്രചരിപ്പിക്കുക, പിന്നെ എല്ലാവരും തമ്മിലുള്ള മതസൗഹാർദ്ദം അല്ലെ ശക്തിപ്പെടുത്തുക. ഇതൊക്കെയായിരുന്നു സമരകാലത്തെ പരിപാടികൾ. നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായിട്ട് ഗാന്ധിജിയും അലി സഹോദരന്മാരും അല്ലെ, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, രണ്ട് അലി സഹോദരന്മാർ ആരൊക്കെയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഇവരാണ് ഏതിന് നേതൃത്വം കൊടുത്തത്? ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തത് അല്ലെ? ഖിലാഫത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തത്. എങ്ങനെയാണ് ഈ ഖിലാഫത്ത് സമരം വന്നത്? 1914-18 കാലഘട്ടത്തില് ഒന്നാം ലോക മഹായുദ്ധം നടന്നു അല്ലെ? ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ് 1914-18. ഈ 1914-18 ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നിട്ട് അന്നത്തെ ഖലീഫകൾ എന്ത് ചെയ്താണ്? പരാജയപ്പെടുകയാണ് അല്ലെ? ആ ഖലീഫമാരുടെ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഖിലാഫത്ത് കമ്മിറ്റി നേതൃത്വം കൊണ്ടുവരികയാണ് കേട്ടോ, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഈ അലി സഹോദരന്മാരും ഗാന്ധിജിയും എന്ത് ചെയ്യാണ്? നിസ്സഹകരണ സമരത്തിന്റെ സന്ദേശവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തി ജനങ്ങളെ നേരിൽ കണ്ട് സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേതാണെന്ന് കൂടി തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും ഇതെന്ത് ചെയ്തു? സഹായകമായി. അങ്ങനെ നഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. കാരണം അക്രമരഹിതമാണ് അല്ലെ? അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? ലോകം, അതായത് നമ്മുടെ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളായിക്കോട്ടെ നഗരപ്രദേശങ്ങളിലായിക്കോട്ടെ സമരം നല്ല രീതിയിൽ ശക്തമായിട്ട് വരുകയായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഉണ്ടായിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടേതായ രീതിയിലും കർഷകരുടേതായിട്ടുള്ള രീതിയിലും ഒക്കെ നല്ല രീതിയിൽ സമരം വരികയായിരുന്നു. അപ്പൊ നോക്കിക്കേ, സ്ത്രീകൾ എന്തൊക്കെയാണ് നിസ്സഹകരണ സമരത്തിന്റെ ഭാഗമായി ചെയ്തത്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരിച്ചു, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിച്ചു. ഇതൊക്കെ സ്ത്രീകൾ ഇതിൽ പങ്കാളികളായി. ഇനി തൊഴിലാളികൾ എന്താ ചെയ്തത്? നിസ്സഹകരണ സമരത്തോടെ തൊഴിലാളികളുടെ പ്രതികരണം സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും പണിമുടക്ക് സമരത്തോട് എന്ത് ചെയ്തു? സഹകരിച്ചു അല്ലെ? നമ്മുടെ നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികളും അസമിലെ തോട്ടം തൊഴിലാളികളും അസം
പശ്ചിം ബംഗാൾ റെയിൽവേ തൊഴിലാളികളും ഒക്കെ എന്ത് ചെയ്തു? പണിമുടക്ക് സമരത്തോട് സഹകരിച്ചു. ഇനി വിദ്യാർത്ഥികൾ എന്താ ചെയ്തത്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളും കോളേജുകളും ബഹിഷ്കരിച്ചു. ഏത് സർക്കാർ സ്കൂളും കോളേജും? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെ. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. അന്ന് നമ്മുടെ ദേശീയ തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നു? ബനാറസിലെ കാശി വിദ്യാപീഠവും ഗുജറാത്തിലെ വിദ്യാപീഠവും അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ ഒക്കെ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേർന്നുകൊണ്ട് പഠിച്ചു. ഇനി ഗോത്ര ജനത എന്താ ചെയ്തത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു അല്ലേ. അതേപോലെ കർഷകർ എന്താ ചെയ്തത്? ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. പഠിച്ചോളണം. അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണം കൃഷി എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു കർഷകര്. ചണത്തിന് പകരം എന്ത് കൊണ്ടുവന്നു? നെല്ലും പരുത്തിയും കൃഷി ചെയ്തു. ഓക്കെ, ചണം എന്ത് ചെയ്തു? ചണം കൃഷി കർഷകര് ബഹിഷ്കരിച്ചു. അതിനു പകരം അവർ എന്ത് കൃഷി ചെയ്തു? നെല്ലും പരുത്തിയും. അതെന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം? ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? ചണത്തിന്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക അല്ലെ. ഇവർ ചണം കൃഷി ചെയ്താലല്ലേ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ള ചണമില്ലുകളെ പൂട്ടിക്കാൻ എന്താണ് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചണം കൃഷി ചെയ്യാതിരുന്ന എന്ത് ചെയ്യും? മില്ലുകൾ പൂട്ടേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്തു? മില്ലുകളെ പൂട്ടിക്കാൻ വേണ്ടി നോക്കി. നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കിയില്ലേ. അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിച്ചു. കണ്ടോ അവർ ചെയ്ത ഇത്രയും നല്ല കാര്യങ്ങൾ. അങ്ങനെ ഈ സമരം നല്ല അതിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന സമയമാണ് അല്ലെ. അങ്ങനെ നിസ്സഹന സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി മാസം 5-ന് 1922 ഫെബ്രുവരി 5 മാസം വിത്ത് ഡേറ്റ് പഠിച്ചോളണേ. ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സർക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. ആരൊക്കെയാണ്? സമരക്കാരുടെ, സർക്കാരല്ല, സമരക്കാരിലെ നിസ്സഹന സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷന് തീ വെച്ചു. അപ്പോ എന്ത് ചെയ്തു? 22 പോലീസുകാര് കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന്. ഗാന്ധിജി എന്താണ് ആദ്യമേ നിസ്സഹന സമരം ഗാന്ധിജി കൊണ്ടുവന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? അക്രമരഹിതം അല്ലേ. അക്രമം വേണ്ട, അക്രമം വേണ്ട, ആ രീതിയിലുള്ള സമരം മതി എന്നായിരുന്നു. പക്ഷേ ഇവിടെ 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരിയിൽ എന്താ സംഭവം ഉണ്ടായത്? അക്രമരഹിതമായി അല്ലേ. അപ്പോ എന്താണ് നമ്മുടെ ഗാന്ധിജി മനസ്സിലാക്കി എന്താണ് സമരം അഹിംസാ മാർഗത്തിലേക്ക് കടന്നു എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി എന്ത് ചെയ്തു? പെട്ടെന്ന് നിസ്സഹകരണ സമരം പിൻവലിച്ചു. ഈ തീരുമാനം മറ്റ് നേതാക്കളെ എന്ത് ചെയ്തു? അമ്പരിപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി. ഇതേ ഒരു സന്ദർഭത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തെ പിൻവലിച്ചതിനെ എന്ത് പറഞ്ഞു? ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെ എന്ന് ചോദിച്ചു. ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെയാണ് എന്ത് പറഞ്ഞത്? ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ ആ സമരം നടന്ന് ശക്തമായി അഹിംസാ മാർഗത്തിലൂടെ അക്രമങ്ങൾ ഉടലെടുത്തപ്പോൾ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ. ചിരാല പെരാല നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു ചിരാല പെരാല. നിസ്സഹകരണ സമരം നടന്ന ആന്ധ്രയിലെ ഒരു ചെറു നഗരമായിരുന്നു ഏത്? ഗുണ്ടൂർ ജില്ല കേട്ടോ. ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിട്ട് ഉയർത്താൻ ഗവൺമെന്റ് നീക്കം നടന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തു ഈ ചിരാല പെരാലയെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിട്ട് ഉയർത്താൻ തീരുമാനിച്ചു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ. അത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആയാൽ എന്താകും? മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു നഗരം പോയിട്ട് ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ആയിക്കഴിഞ്ഞാൽ എന്താകും? വൻകിട രീതിയിൽ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പൊ ടാക്സ് വർദ്ധിക്കും എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ ഇതിനെതിരെ ആരുടെ നേതൃത്വത്തിലാണ്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പോൾ ചിരാല പെരാല എന്ന് പറയുന്നത് ആന്ധ്രയിലെ ഗുണ്ടൂർ, ആന്ധ്രാപ്രദേശ് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ഒരു ചെറു നഗരമായിരുന്നു. അതേപോലെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ കേട്ടോ, മറക്കരുത്.
ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെ എടുക്കുന്നത്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ താഴെ രേഖപ്പെടുത്തുക. കാരണം നമ്മൾ വെറും 4 ക്വസ്റ്റ്യൻ എടുത്തോളൂ. 4 ടോപ്പിക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇന്റർനാഷണൽ കോൺഗ്രസ് നമ്മൾ നോക്കി, നിസ്സഹര സമരം നോക്കി, ചൗരി ചൗര സംഭവം നോക്കി, ഭരണഘടനാ ഭേദഗതി നോക്കി, ഇന്ത്യൻ പത്രപ്രവർത്തനം നോക്കി. കണ്ട ടോപ്പിക്കുകൾ പോകുന്നത് ഇതേ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ? SSCRT ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമുക്കിനി വൈകുന്നേരം ഏതൊരു ക്ലാസ് വരും? ഇംഗ്ലീഷിന്റെ ക്ലാസ് വരും കേട്ടോ. പ്രയോജനപ്പെടുത്തണം. താങ്ക് യു.